നികി നമ്മളെവിടെയാ നിക്കുന്നേ? നമ്മൾ ഇന്നലെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വന്നത് എവിടെയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? എവിടത്തേക്കാ? എന്തായാലും ഇവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് പുതിയ വീട്ടിലേക്കാണ് നമ്മൾ വന്നത്. അതെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ വീടാണ് ഇന്നത്തെ വ്ളോഗിൽ അല്ലെ. നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചാലോ? അപ്പൊ അതിനു മുമ്പായിട്ട് വീട് എവിടെയാണെന്ന് പറയാം. നമ്മുടെ എറണാകുളത്ത്, വേറെ എവിടെയല്ല, നമ്മുടെ എറണാകുളം ടൗണിൽ തന്നെയാണ്, എടപ്പള്ളി. അതെ, അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ എവിടെ നിന്ന് തുടങ്ങണം? പുതിയ വീടാകുമ്പോ എപ്പോഴും ഒരു ഹോം ടൂറോട് കൂടി തുടങ്ങുന്നതാണ് നല്ലത്. എന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പിന്നെ പറയാം. അതെ, അപ്പൊ പുതുമ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വീടിന്റെ ഹോം ടൂർ തുടങ്ങാം. അതെ, അപ്പൊ ഇതാണ് വീടിന്റെ കടന്നു വരുമ്പോൾ തന്നെ കാണുന്ന ഹാള് അല്ലെ. അപ്പൊ ഇതിപ്പോ സോഫ സെറ്റ്, ഇതൊരു ബെഡാക്കിയൊക്കെ ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിന് മാച്ചായിട്ട് വാങ്ങിയ മാറ്റ്, പിന്നെ ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ചെടിയുണ്ട്. നമ്മുടെ പെട്ടികളൊന്നും അകത്തേക്ക് കയറ്റിയിട്ടില്ല കേട്ടോ, കയറ്റാൻ വേണ്ടി പോണേക്കുമ്പോ തന്നെ ഇത് കാണിക്കും. അതെ, കർട്ടൻ ഇതൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ലൈറ്റ് നല്ല ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഇവിടെ അതാ ഇത് ഒരു ചെറിയൊരു ഫിഷ്, ഈ ഫിഷിന് വരെ നമ്മള് മാച്ചായിട്ടാണ് വാങ്ങിയേക്കുന്നത് അല്ലേ. പിന്നെ ഇവിടെ ചെറിയൊരു ഫ്ലവർ പോട്ട് വെച്ചിട്ടുണ്ട്, ഇവിടെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഒരു ആസ്തെറ്റിക് അല്ലേ എന്ന് പറയാം. അതെ, പിന്നെ ഇങ്ങോട്ട് വന്ന വാഷ് ഏരിയ, ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. നെക്സ്റ്റ് ഇനി എന്താ? റൂം കാണാം അല്ലേ. ഇതാ, അപ്പൊ ലൈറ്റ് ഇടാതെ ഈ ഒരു ഇതിൽ കാണാൻ നല്ല ഭംഗിയാണ്. അതെ അതെ, ലൈറ്റ് ഇല്ലാതെ ഈ ഒരു ലുക്കിൽ കാണാനാണ് ഭംഗി അല്ലേ. ഇവിടെ എല്ലാം ഒരു മാച്ചിങ് ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിനോട് മാച്ച് ചെയ്ത് ബെഡിനോട് മാച്ച് ചെയ്തിട്ടുള്ള കർട്ടൻസ് കാര്യങ്ങള് ഇതെല്ലാം ഓൺലൈൻ തന്നെയാണ് കേട്ടോ. ബെഡും ഈ ബെഡെല്ലാം ഓൺലൈൻ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. കിങ് സൈസ് ആണ് കണ്ട. അതുപോലെ തന്നെ ഈ മാറ്റ് വരെ ഈ പുതപ്പിനോട് മാച്ചിങ് ആണ് കണ്ട. അങ്ങനെ നല്ല സംഭവം. പിന്നെ ഒരു ഷെൽഫ് അല്ല സോറി ഗ്ലാസ് മിറർ കണ്ട. ആ മിറർ ഫുൾ മിറർ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് മുമ്പായിട്ടേ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് ഇന്നലെ രാത്രി ഇവിടത്തോട്ട് വന്ന വീഡിയോ ഇല്ലേ, ആ വീഡിയോ നമുക്ക് ഇടാം. അത് കാണുമ്പോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയണ്ട. എന്നിട്ട് ബാക്കി ഭാഗങ്ങളും കൂടി നമുക്ക് അടുക്കളയൊക്കെ ആ വീഡിയോ തന്നെ കാണിക്കാം. ഓക്കെ, എടുത്തങ്ങ് നടക്കുക. ഞാൻ ആക്ച്വലെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇത്തവണ പ്രത്യേകത ഉണ്ട്. ഇത്തവണ പ്രത്യേകത പുതിയ വീട്ടിലേക്കാണ്. ഇതെന്താ? ഞങ്ങള് കൊറേ ഈ തവണത്തെ പ്രത്യേകത ഉണ്ട് ഗൈസ്. അപ്പൊ അല്ല, നമ്മള് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നലെ ഈ വീഡിയോ വരുന്നതുണ്ടല്ലോ, ഫസ്റ്റ് നാളെ പകൽ ഈ വീട് കാണിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ വരുന്നത്. അപ്പൊ നമ്മളെന്തായാലും ഇതാണ് വീഡിയോ ശരിക്കും പറഞ്ഞല്ലേ. നമ്മൾ രാത്രി വന്നപ്പോൾ ഇതാണ്, പകല് വന്ന വീഡിയോ ആണ് ഇപ്പൊ നിങ്ങളെ മുമ്പ് കണ്ടത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും കണ്ടു കഴിഞ്ഞല്ല, ഇനിയിപ്പോ അവിടെ കേറിയാ മതി. അത് തീർച്ചയായിട്ടും അടിപൊളി, നല്ല സൗകര്യമുണ്ട്, സൂപ്പർ അല്ലേ. ഞങ്ങളിപ്പോ പകല് കാണിച്ചപ്പോ നിങ്ങൾ എല്ലാരും കണ്ടെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോഴുള്ള എക്സ്പ്രഷൻ ഇതായിരുന്നു ഗൈസ്. കൊള്ളാട്ടാ, ഇതൊക്കെ പൊളിച്ചു. അല്ല പൊട്ടിച്ചാ നൈസായിട്ടുണ്ട്. എടി അത് വെറുതെ ഒരു ഇതാടി, മറ്റേ ഒരുപാട് സ്ഥലമായ പോലെ. ഇതെല്ലാം നോക്കി അടിപൊളിയായിട്ട്. ആ ചൂട്. ലാലേട്ടനായിട്ടുള്ള ഫോട്ടോ, മമ്മൂക്കായിട്ടുള്ള ഫോട്ടോ, ബാക്കിയുള്ള മറ്റിതിലാത്ത ഫോട്ടോസ്. അല്ല, എന്തായിക്കോട്ടെ ഷാനു, നിന്നെ സമ്മതിക്കണം. അത് എന്താണെന്നറിയാമോ? ഒന്നുമല്ല, ഇപ്പൊ ഒരു വീട് ഇതിപ്പോ റെന്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇതെടുത്തിട്ട് ഇത്ര ചെറിയൊരു സമയത്തിനുള്ളിൽ നീ ഇതെല്ലാം തീർത്തില്ലേ അല്ലേ? അപ്രീഷിയേറ്റ്.
ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ പോയിട്ടേ വൈകുന്നേരം ഞാൻ വരുമ്പത്തിന് വീട് മൊത്തത്തിൽ മാറിപ്പോയിടാ. ഞാനിത് കണ്ടപ്പോ ഞാൻ ഓപ്പനോട് അത് എനിക്ക് ഉറപ്പുണ്ട് ഓപ്പേ മുബി ജിമ്മിന്ന് വരുന്നതിന് മുന്നായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടായിരുന്നു. ഇതില്ലേ കട്ടില് ഇവള് കൊറേ സാധനങ്ങൾ ഓൺലൈൻ തന്നെ വാങ്ങിയത്. പിന്നെ ഇതാ നോക്കിയ ഈ ഷെൽഫ്, പിന്നെ ഇതാ ഇവിടെ ഒരു ഇത് മുമ്പേ ഉണ്ടായിരുന്നു കർട്ടനൊക്കെ ഓൺലൈൻ വാങ്ങിയതാ. കണ്ടാ ഈ മിററൊക്കെ ഓൺലൈൻ വാങ്ങിയതാ. കണ്ടാ മിറർ ഷോപ്പിൽ നിന്ന് വാങ്ങി. ബാക്കി ഈ കട്ടിലോ ഓൺലൈനാണ് ഗൈസ്. കണ്ടാ അതോ ബെഡോ മാട്രസും ഇതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഗൈസ്. ഈ പെണ്ണ് ഇതെല്ലാം മാച്ച് ഉണ്ട്. കൊള്ളാം ഗൈസ്. പൊളി സംഭവം പൊളിയാക്കിന്. സിറ്റ് ഔട്ടൊക്കെ നല്ല സൗകര്യമുണ്ട്. ഷാനുവിന്റെ ഉമ്മച്ചി ഉണ്ട്, പിന്നെ അനിയത്തി ഉണ്ട്. എല്ലാരെയും കാണണം അല്ലേ? ചോളിച്ചേക്കുന്നു പാവം. ഇതാ അപ്പൊ ഇത് അടുത്ത റൂം. അപ്പൊ ഇതാണ് നമ്മുടെ റൂം ഇന്നത്തെ. പിന്നെ എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഗൈസ്. വേറെ നോക്കട്ടെ. ഞാൻ എന്റെ ഹോം ടൂറിൽ പറഞ്ഞല്ലോ, ഇനി അതിലാരും കണ്ടു ഇത് ഈ ഇല ഇങ്ങനെ ഗൈസ്. ഇവള് ഈ വീട് എടുത്ത സമയം വരെ ഈ ഇല വളർന്നിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഷാന് വീട് എടുത്തപ്പോ ഈ ഇല വളർന്ന് ഇതിൽ കൂടി മുളച്ച് ഇപ്പറം കേറി. കണ്ട അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചെയ്തു നോക്കുന്നത്. ഓ കിച്ചൺ എന്തായി കാണുന്നത്? ഇതില്ലേ ഇത് സത്യം പറഞ്ഞ ദൈവം അറിഞ്ഞു കൊടുത്തതാണ്. എന്താണെന്നറിയാമോ അങ്ങനെ ഇടുക്കലില്ലേ ഞങ്ങളിങ്ങനെ തിരിയാനും മറിയാനും അല്ലാണ്ട മുബി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന മുബി ഇങ്ങനെ പോകും. ഞങ്ങൾ എന്തെങ്കിലും ഇതിന്റെ കൈ കഴുകാൻ പോകുമ്പില്ലേ ഇവിടെ അടുക്കളയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽപ്പുണ്ടാവും. ഇതിങ്ങനെ ഉണ്ടാവും. ഇതിനിടയിൽ കൂടി വന്നിട്ട് വേണം കൈ കഴുകുക. അങ്ങനെ ഉണ്ടായ പക്ഷെ ഞങ്ങൾക്ക് അവിടെ വന്നാലും ഒരു പോരായ്മ ഒന്നല്ല. നമ്മളെല്ലാവരും ഇവിടെ പൊളിക്കും. പക്ഷെ ഇപ്പൊ വിശാലത സെറ്റായി. ആര് വന്നാലും നിൽക്കാൻ സാധ്യതയുള്ള ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ ഇതൊക്കെ എടുത്ത് ഇന്നും കുറച്ച് ചെയ്യുമ്പോ അതൊക്കെ പിന്നെ ഉണ്ടാവും. ഇത് ജിമ്മന് ഇതിന് വേണ്ടി ഇത് കാണിച്ച മുത്ത് എന്റെ അല്ല ഇങ്ങ വന്നപ്പോ ഇത് പൊന്നിന്റെ വീഡിയോയിൽ മര്യാദ കാണിക്കാൻ പറ്റില്ല. ഇരുട്ടത്തോ കണ്ടത് പൊന്നിനോ. എന്റെ ദൈവം, ഇത് പൊന്നിന്റെ റൂമാ മോനെ. വാവ് ബ്യൂട്ടിഫുൾ ഗേളിന് ബ്യൂട്ടിഫുൾ റൂം. നന്നായിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാണ് ഗൈസ്. ഈ വ്ളോഗ് ഇത് ഇതിനകത്ത് സാധനങ്ങൾ കാണിക്കാൻ നിന്നാ ഈ വ്ളോഗല്ല, ഇതിന്റെ അപ്പുറത്തെ വ്ളോഗ് എടുത്താലും മതിയാവൂല ഗൈസ്. അതുകൊണ്ട് ഈ വ്ളോഗ് ഈ വീട് റൂമിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പോയാണ്. ഇത് ഇവരുടെ ലോകം. മറ്റേത് പറയുന്നത് വേണ്ട. കണ്ട ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടേക്കും. ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഏരിയ. ഇവരെന്തെങ്കിലും ആക്കട്ടെ. സംഭവം സെറ്റ്. ഇതിന്റെ ഇന്ദ്രുവിന് മാത്രം കളിക്കാൻ ആളില്ലേ? അവരുടെ ഒപ്പം കൂടിക്കോ ഒന്നും നോക്കണ്ട കേട്ടാ. എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു, ഷാനു അടിപൊളി നന്നായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? ഞങ്ങൾ ഇനി ഇവിടെ നടന്ന് കാണട്ടല്ലേ. ഞങ്ങൾ ഓടിപ്പിടിച്ച് ഉറങ്ങിപ്പോണേക്കും പോയി. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിങ്ങ ജ്യൂസ് വന്ന പാടെ ഞങ്ങക്ക് ഉമ്മച്ചിടെ വക കുമ്മട്ടിങ്ങ ജ്യൂസ് കിട്ടി ഗൈസ് അല്ലേ. ജ്യൂസ് കുടിച്ചിങ്ങനെ ജ്യൂസ് കുടിച്ചിട്ടാണ് ബാക്കി വർത്താനം അല്ലേ. അപ്പൊ നമ്മള് മക്കളെ എല്ലാം വീട്ടിലാക്കിയിട്ട് ഉമ്മച്ചി ഉണ്ട് അവിടെ, ഉമ്മച്ചിന്റെ അടുത്ത് ആക്കി ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഞങ്ങളൊന്ന് വെറുതെ ഒരു കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ഷാനുന്റെ എസ്തറ്റിക് വീടെല്ലാം ബാംബു ബോയ്സ് ലംബക്കി
മുബി ഞങ്ങളോട് പറഞ്ഞ് ഇവരെ ഇവിടെ പോയോക്കാം, നല്ല അടിപൊളി കോൾഡ് കോഫി ഉണ്ട്. അപ്പൊ അങ്ങനെ അത് കുടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് പോവേന്ന്. ഓപ്പേ വ്ളോഗില് മൈൻഡ് ആക്കി വർത്താനം ഓപ്പേനെ കാണിച്ച പറഞ്ഞല്ല. ഞങ്ങളിതാ ഇവിടെയാണ് നേട്ടെ ഇരിക്കുന്നത്. ഞാൻ ഷാനു മറ്റേ കഥാപമാരെ കൊണ്ടുപോകുന്ന പോലെ ഞങ്ങളെ കൊണ്ടുപോകും. ഇനി ഞങ്ങളെ എടുത്ത് താഴെ വെക്ക്. വരൂ, എടുക്കൂ, മഞ്ചലെടുക്കൂ. എന്താ ഫോട്ടോഷൂട്ടാ? നല്ല ഫോട്ടോഷൂട്ടാ. ഇനി അല്ല ഒരു ക്യാൻഡിൽ ലൈറ്റ് ആക്കിയാലെന്നാ പിന്നെ. അല്ല ഇത് മാളൂസിനോട് ഞാൻ പറഞ്ഞേ ഒന്നും കോഫി ഒന്നും കുടിക്കണ്ട മോളെ. പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? ആ ഒരു ആക്ഷൻ ഇട്ടിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഗൈസ് അങ്ങനെ കോൾഡ് കോഫി ഇവിടെ വന്നിട്ടുണ്ട്. ഷാനു കുടിച്ചിട്ടില്ല, എൻ്റെ അത് തീരാനായി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗൈസ്, ഞാൻ ഷുഗർ കട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരിക്കോളം മാത്രം കുടിച്ചിട്ടുള്ളൂ. ട്രാവൽ ചെയ്യുമ്പോ പറ്റുന്നില്ലടാ. വീട്ടിലിരിക്കുമ്പോ നമുക്ക് എല്ലാം പറ്റും. ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണ്ടേ? ഷാനു യഥാർത്ഥ ഷുഗർ കട്ട് കാണണം. ഇതാ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്ലാസ്. വേണ്ടെന്നും പറഞ്ഞ് വെച്ചിതാക്കിട്ട് ഞാൻ വെച്ച് ഏതായാലും ഞാൻ ഇന്ന് ഷുഗർ കുടിച്ചു. എടാ മൂപ്പി ഏതായാലും ഞാൻ എന്താടാ ഒരെണ്ണം കൂടി വാങ്ങി തരട്ടെ. ഏതായാലും ഞാൻ ഷുഗർ കുടിച്ച്. ഞാൻ ഒരാഴ്ചയായി ഷുഗർ കുടിക്കാത്തത്, അതുകൊണ്ട് ഞാൻ 2 ആഴ്ചത്തേക്കുള്ള ഷുഗർ ഇന്ന് കുടിക്കുന്നു. എന്തായാലും നടക്കട്ടെ. ക്യാമറ ഒന്ന് കട്ടാക്കട്ടെ. അവിടെ നിന്ന് വന്നപ്പോ ഇവർക്ക് വേണ്ടിട്ട് മറ്റേ കോൾഡ് കോഫിയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വാങ്ങിയിട്ട് വന്നു. കുട്ടികളെല്ലാവരും കൂടി തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങിയത് ഇവരെല്ലാവരും ഷെയർ ചെയ്ത് കുടിക്കട്ടെ. നമ്മൾ ഈ വ്ളോഗ് എടുക്കണമെങ്കിൽ ഇവർ ഈ ഭാഗം ചിന്തിക്കുന്നില്ല. നോക്കി മക്കളെ, ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. നല്ലതായിരുന്നു കോൾഡ് കോഫി ഫ്രഞ്ച് ഫ്രൈസോ. എന്നാലേ വേഗം കുടിച്ചിട്ട് കിടന്നുറങ്ങി. ഇപ്പൊ സമയം എത്രയാന്നറിയോ? 12:21 ഗൈസ് സമയം. ഇത് കണ്ട 12:21. ഗുഡ് മോർണിംഗ്. എന്നാ വേഗം ഗുഡ് നൈറ്റ് ആക്കി പോയി കിടന്നുറങ്ങാൻ നോക്കേ. ഇതാ ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഫ. ഇതിനിവിടെ സോഫ ബെഡാക്കാൻ വേണ്ടി പറ്റും. കണ്ട, ഇത് ഓൺലൈനാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷാനുവിൻ്റെ വീഡിയോയിൽ ഷാനു ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. പറയുന്നില്ലേ നിൻ്റെ വീഡിയോയിൽ? ഇല്ല. എന്നാ ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ ഫുൾ സംഭവങ്ങളൊക്കെ ഇവളുടെ വീഡിയോയിലുണ്ട്. അതിൽ കയറി നോക്കിയാൽ മാളൂട്ടി വ്ളോഗ് എന്ന് പറഞ്ഞ ചാനലിൽ കയറി നോക്കിയാൽ മതി. അതിൽ കംപ്ലീറ്റ് ഇവള് വാങ്ങിയതും എല്ലാം പറയുന്നുണ്ട് അല്ലേ. അപ്പം കിടന്നുറങ്ങാൻ വേണ്ടി പോയാണ്. പക്ഷെ ഇന്ന് നമ്മളിവിടെ അല്ല, ഇത് ഇവരുടെ ആസ്തെറ്റിക് റൂമിൽ ഞങ്ങൾ അടക്കുന്നത്. അതിഥി ദേവോ ഭാവാന്നാണ്. ഇതിവിടെ ഇരുന്ന് കിടക്കും. പോട്ടെ, കുഴപ്പമില്ല. ഇന്ന് നിങ്ങളിവിടെ കിടക്ക്, നമ്മൾ നിങ്ങളുടെ റൂമിൽ കിടക്കാം. അതാണ്. താങ്ക് യു മൈ ഡിയർ ഷാനു മോൾ ആൻഡ് മുബി. നിന്റെ ഒരു സാധനം അവിടെ തന്നെ ഉണ്ടാവും. നിന്റെ ഫോട്ടോ ഞാൻ ഉണ്ടല്ലോ ഷാനു, ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കും മുക്കും മൂലേക്ക. എന്നിട്ട് രാവിലെ എന്തെങ്കിലും നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരും. ഞാൻ മനസ്സിലുണ്ട്, ഞങ്ങളുടെ ഫുൾ ടൈം ഉണ്ട് നിങ്ങള്. കിടക്ക മക്കളെ. വലിച്ചു കുടിക്ക്. നീ ഒന്ന് പോയി തരുമോ ഷാനു? ഒരു റൂം തന്നു വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് ഈ റൂം എടുത്തൊക്കെ ഇടന്നോന്നെല്ലാം പറഞ്ഞിട്ട് ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇടക്കിടക്ക് വെള്ളവും സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അതും കളർ നോക്ക്, അതും റൂമിന് മാച്ച് ആയിട്ടൊക്കെ എടുത്തേക്കണം. എല്ലാം മാറ്റി. വേണ്ട നീ പോയാ ഇവിടെ കിടന്നോ.
അവിടെ കിടന്നോട്ടെ. ആ 10 മിനിറ്റ് കിടന്നിട്ട് വരും. 10 മിനിറ്റ് ആയിട്ട് വരും. 10 മിനിറ്റ് ആയിട്ട് വരും. ആ ഓക്കെ. പാവത്തിന് നീ കരയിപ്പിച്ചേ. എന്റെ മോളോട് പറഞ്ഞതല്ലേ സൈഷേട്ടൻ. സൈഷേട്ടൻ എന്താ പറഞ്ഞേ? അപ്പളേ പോവട്ടാ എന്റെ മുത്ത് കരയണ്ട. ഇന്നലെ 3:30 കിടന്നേ. സമയം ഇന്നലെ 3:30 കിടന്നിട്ട് ഇപ്പൊ എണീറ്റ് വരുന്നത്. ഇനി തുടങ്ങി ഇപ്പൊ പോണ വരെ കളിയായിരിക്കും. ഷൂ പോകുന്നുണ്ട്. പിന്നെന്താ, എനിക്ക് ഇതൊരെണ്ണം വാങ്ങിക്കണം. ഇഷ്ടംപോലെ ഷൂ പോകുന്നുണ്ട്. മറ്റേത് അത് പുറത്തല്ലേ. നാളെ ഫ്ലിപ്കാർട്ടിന്റെ ആള് ഇപ്പൊ മറ്റേ നമ്മ വീട്ടിൽ ചെല്ലുമ്പോ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ ആള് പുറത്തു വന്ന് വിളിക്കണ്ടാവും. അതെ. ആ ഇവള് ഓർഡർ ചെയ്തത് കണ്ട് ഇനിയിപ്പോ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത് പണ്ടേ പറഞ്ഞത്. പുതിയതേതാ? ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് മൊത്തം ഉമ്മച്ചി സ്പെഷ്യൽ അല്ലേ? പത്തിരി, പിന്നെ ചിക്കൻ കറി. ഇതെന്താ ഷാനു? ഇതെന്താ ഷാനു? എന്താ ഇത്? നെയ്പത്തിരി. ഇത് പത്തലി അല്ലേ? പത്തിരി, പത്തലി, ചിക്കൻ കറി. പിന്നെ എന്ത് വേണം? ചായ. ഞാൻ ഷുഗർ കട്ടാണ് ഗൈസ്, അതുകൊണ്ട് ചായ വിളിക്കൂല. ചായ ഇല്ലാത്ത ഇത് നല്ലേ. നിങ്ങൾ അങ്ങനെ പുതിയ ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കാൻ പോകുന്നു ഗൈസ്. ഞാൻ 2 പത്തിരി എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ചിക്കൻ കറി വെച്ച് നമ്മളെ വേറെ ആരോട് വെക്കേണ്ടത്? പിന്നെ നീ വേറെ ഇവിടെ വല്ല കുപ്പിന്ന് വന്ന ഭൂതം വേറെ ഉണ്ടാ. നല്ല ചിക്കൻ കറി ഇതണ്ട ഇങ്ങനെ എടുത്തിട്ട് തേങ്ങ ഇതുപോലെ കറി വെക്കണം. നികിനോട് ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളയപ്പത്തിന് പറഞ്ഞത്. എടുത്തിട്ട് എന്താ പറയാ, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അതെ, എന്താ ഒടുക്കത്തെ ടേസ്റ്റ്. ഉമ്മച്ചി എന്തുണ്ടാക്കിയാലും ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. ഇങ്ങനെ ഇത് ഞാൻ പറയേണ്ടത്. ഇത് നീ ഒരു ഹോട്ടൽ തുടങ്ങുക, എന്നിട്ട് അതിന് പേരിടുന്നത് ഉമ്മച്ചി എന്തുണ്ടാക്കിയാലും ഒടുക്കത്തെ ടേസ്റ്റാ. ആ അങ്ങനത്തെ പേരൊക്കെ തുടങ്ങേണ്ടത്. നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ഒരു ഹോട്ടലിന്റെ പേര് പറയാതെങ്കിലും നമുക്ക് താജിൽ പോവാ ഫുഡ് കഴിക്കാൻ പറയുമ്പോ നമുക്ക് എന്താ പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റ് ഹോട്ടലിൽ പോവാ. അത്രയും ബുദ്ധിമുട്ടുണ്ട്. പറയാൻ പണിയാണ്. ഞങ്ങൾ രാവിലെ തൊട്ട് ഉമ്മച്ചി ആക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പതേ സ്പെഷ്യൽ മന്തി ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മക്കളെ? കുഴിമന്തി. കുഴിമന്തി എന്ന് വെച്ചാൽ നമുക്ക് കുഴിയില്ലാത്തതുകൊണ്ട് മന്തി, കുഴിയില്ലാത്ത മന്തി അല്ലേ? പക്ഷെ അടിപൊളിയാണ്, നല്ല സ്മെല്ല് എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കഴിച്ചിട്ട് പറയാം. എന്തായാലും എല്ലാരും വരട്ടെ. ബാ മക്കളെ കഴിക്കാം, വിശക്കുന്നു. ഞാൻ എന്തായാലും ഗൈസ് നികി എന്തുണ്ട് കഴിച്ചിട്ട്? ബിരിയാണി അല്ല, ബിരിയാണി അല്ല, മന്തി. നീക്ക് അയ്യോ എന്റെ പൊന്നെ, ഇതില് നല്ലത് ഞാൻ എന്ത് കൊടുക്കാനാ? അങ്ങനെ ഒരു അവസരം തരുന്നില്ലല്ലോ, അതല്ലേ കഷ്ടം. ഏതാണ്ട നല്ല അടിപൊളി ചിക്കൻ കാലക്കൂടി ഉണ്ട്. ഞാൻ ഒന്ന് കഴിച്ചോട്ടെ ഗൈസ്. പിന്നെ മയോനസ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം കണ്ട. എന്നിട്ട് ഇതും വേണം. ഇതെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് കുറച്ച് ചിക്കൻ ഇങ്ങനെ എടുക്കുക കണ്ട. എന്നിട്ട് ഈ ചിക്കനോട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് പറയാൻ പറ്റുള്ള ഞാൻ രുചിയോടെ ആസ്വദിച്ചോണ്ടിരിക്കുന്നു. കടയിൽ പോയിട്ട് കടയിൽ നിന്ന് മന്തി വാങ്ങി കഴിക്കുന്നതിന് ടേസ്റ്റ് ഉണ്ട് സത്യം അല്ലേ? എന്തായാലും ഉമ്മച്ചിക്ക് ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്തായാലും രാവിലത്തെയും വൈകുന്നേരത്തെയും ഭക്ഷണം ഉമ്മച്ചിയുടെ കൈ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറ്റി. ഈ വർഷം, കഴിഞ്ഞ വർഷം കഴിച്ചതാണ്. കുഴപ്പമില്ല, മതി. പാവ ഈ ചൂടത്തെ നിന്ന് കഷ്ടപ്പെടുത്തുണ്ടായിരുന്നു. ടാറ്റാ ബൈ ബൈ. ഞങ്ങളും ഇപ്പൊ ഇറങ്ങും കേട്ടാടാ. അടുത്ത തവണ വരാം. ശരി നികി നോക്കുമ്പോളെ വാ, പോണ്ടേ, നമുക്കിന്ന് പോണ്ടേ.
ഗൈസ് അപ്പൊ എന്തായാലും നമ്മളിവിടെ വന്നു. ഫസ്റ്റ് തന്നെ വീട് കണ്ടു. അയ്യോ വീട് കണ്ടു. അതുപോലെ തന്നെ ഷാനുവിന്റെ വീട് നമ്മുടെ വീടായിട്ടാണ് ഫസ്റ്റ് തന്നെ കാണിച്ചത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട് തന്നെ. ഓരോ സാധനങ്ങളും അതുപോലെ വാങ്ങി. അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായി ഷാനൊന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഷാനുവിന്റെ ബ്ലോഗിൽ കയറിയിട്ട് പറഞ്ഞാൽ മതി. ഷാനു ചെയ്യും. മാളൂട്ടി ചാനലിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അപ്പൊ ഉമ്മച്ചിയുടെ ക്ഷീണിച്ചിരിക്കാണ്. നമുക്ക് ഭക്ഷണം അമ്മേ പിന്നെ ഷാനുന്റെ അനിയത്തി വർക്കിന് പോയി. അപ്പൊ ഇനി ഇപ്പൊ മുബി ജിമ്മിലേക്കും പോയി. അപ്പൊ നമുക്കും ഇനി പോകേണ്ട സമയമായി. നമ്മളിവിടെ നേരെ ട്രിവാൻഡ്രത്തേക്ക്. അപ്പൊ ട്രിവാൻഡ്രത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വ്ലോഗിൽ കാണാം. പറയൂ ഗൈസ്, എന്താണ് ഗൈസ്? വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് ഒരു രാത്രി വന്നിട്ട് കൊറേ ദിവസം നിക്കുന്ന അല്ല ഇനി വരുന്നു, ഒരു ദിവസം വരുന്നു. അങ്ങനെയല്ല, ഒരു രാത്രി വന്നിട്ട് പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ദിവസം നിക്കും. പ്രോമിസ് ആണല്ലേ? പറഞ്ഞേ എന്നിട്ട് അടുത്ത ദിവസം ഉച്ചക്ക് പോവാം. ഓക്കെ, ഫ്രണ്ട്സിനോടൊക്കെ മാളു ഇത് പറയും അല്ലേ? പറഞ്ഞിട്ട് പറ്റി. എന്തൊരു കഷ്ടം. ഇപ്പൊ അത് വാക്ക് പാലിക്കണമല്ലോ ഈശ്വര. പോവാ ഇന്ദ്രു. ഞാൻ വെട്ടി വേർത്ത്. നിങ്ങൾ ഇന്നലെ വന്നപ്പോ മഴ കാരണം വലിയ സീനില്ലായിരുന്നു. നിങ്ങളുടെ കെട്ടിപ്പിടിക്കലുണ്ടല്ലോ.